സോ വാട്സ്ആപ്പ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ നെയ്സൺ, ഐ എം ബാക്ക്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ നമ്മൾ പുതിയ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ചെറിയൊരു അയൺ ഫാം ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്രീഡർ ആണെങ്കിൽ ഈ എപ്പിസോഡിൽ നമ്മൾ അയൺ ഫാം ഉണ്ടാക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അയണിൻ്റെ അത്യാവശ്യം ഉണ്ടാവാൻ നല്ല സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പം മറ്റേത് എൻ്റെ അടുത്ത് കുറച്ച് അയണുള്ളൂ. അപ്പം ഈ ഒരു അയൺ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അയൺ ഫാം ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് അത്ര പേടിക്കേണ്ടി വരില്ല. പിന്നെ ഈ അയൺ ഫാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ നെതറിലോട്ട് കയറും. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ബേസിക്കലി പ്ലാൻ വരുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ചോദിച്ചു ഇനി എൻ്റെ കുതിരക്ക് എന്ത് പേരിടാൻ പറ്റുമെന്ന്, അതിനാരും റിപ്ലൈ തന്നിട്ടില്ല. അപ്പം ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്കൊരു ചാൻസ് തരികയാണ്. എൻ്റെ കുതിരക്ക് പേരിടാനുള്ള പേര് നിങ്ങൾ വേണം സജസ്റ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പം ഇനി ഞാൻ വല്ല ഒന്നും പറയുന്നില്ല, നമുക്ക് നമ്മൾ അയൺ ഫാമിലോട്ടുള്ള ബിൽഡിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്കൗണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ കൂടെ കളിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ കയറിയിട്ട് നോക്കാം. ഓക്കെ, അപ്പം ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ ലാസ്റ്റത്തെ എപ്പിസോഡിൽ നമ്മളുണ്ടല്ലോ, നമ്മളൊരു വില്ലേജറിനെ ബ്രീഡ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പം ആ വില്ലേജറിനെ ഞാൻ വലിച്ചത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു അതാ ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ആ വില്ലേജറിനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് കാണും, കണ്ട, ഇതിനകത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് വേറെ ഒരുത്തനും കൂടി ഉണ്ടായിരുന്നു, ഞാൻ ടീസ്പൂൺ ആയിരുന്നു. ഓക്കെ, വില്ലേജർ അല്ല, മറ്റേ ട്രേഡർ. ഓക്കെ, അപ്പം പിന്നെയെന്ന് പറഞ്ഞാൽ വേറൊരു വില്ലേജും കൂടി അതിലെന്തായിട്ടുണ്ടെന്ന് അറിയോ, ബ്രീഡായിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു വില്ലേജറിനെ കൂടി കൊണ്ടുവന്നിട്ട് നമ്മൾ അയൺ ഫാം വെക്കാനുള്ള പ്ലേസിൽ എന്ത് ചെയ്യാം, അവരെ ബ്രീഡ് ചെയ്യാൻ തുടങ്ങാം. അപ്പം അതാണ് എൻ്റെ ഒരു പ്ലാന് വരുന്നത്. അപ്പം അതിന് നമുക്ക് വേണ്ടത് 20 ബെഡ് വേണം. അതിനു മുമ്പ് തന്നെ ഞാൻ 42 ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീൽ ഫ്ലിൻറ്റ് കളക്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മറ്റേ ഫ്ലച്ചിങ് ടേബിളോ എന്ത് ടേബിളോ ആ ടേബിളാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കളക്ട് ചെയ്യാനാണ്. ഇനി നമ്മളടുത്തുള്ളത് കുറച്ച് വൂളേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഇവന്മാരെങ്ങനെ കൊണ്ട് നടക്കണം. ഓക്കെ, അപ്പം അതാണ് എൻ്റെ ഒരു പ്ലാനും. നമ്മൾ ആടിനെ കൊണ്ടുവരിക. അപ്പം ഒരാടിനെ കിട്ടി, നമുക്ക് ഇവന്മാരെ ഷെയർ ചെയ്തിരിക്കും കേട്ടോ, എന്നാലേ ലാഭമുള്ളൂ ഇതിനകത്ത്. എനിക്ക് വൻ നഷ്ടമാണ് ഇവന്മാർ. ഓക്കെ, ഭയങ്കര നഷ്ടം. എന്തായാലും ഞാൻ ഈ ഇവന്മാരെ എല്ലാം ഒന്ന് കെട്ടിട്ട്, അപ്പം നമ്മൾ ഈ ലവന്മാരതാ അവിടെ കെട്ടിട്ടിട്ടുണ്ട്. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇവന്മാരെ ഷിയർ, ഇതല്ലല്ലോ ഞാൻ വിചാരിച്ചത്, ഇതല്ലല്ലോ നടക്കേണ്ടത്. അപ്പം എങ്ങനെയാണ് ഷിയർ കൊണ്ട് അടിക്കലാണോ? ഓടല് ചെറുക്കൻ. പിന്നെ ഞാൻ എങ്ങനെ കുയിലാക്കാൻ പോകുന്നത് കണ്ടോ. അവന്മാരെ ഷിയർ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. പൈതവേ ഓക്കെ, ഇങ്ങനെ കൂടെടുക്കാം. എന്നിട്ട് ഈ ലീശ് വെച്ചിട്ട് നമ്മൾ വീണ്ടും ഈ മണ്ടന്മാരെ ലീശ് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ അവന്മാർ എന്താവാൻ പാടില്ല, ടീസ്പൂൺ ആവാതെ അവന്മാരുടെ അടുത്ത് ഇങ്ങനെ നിൽക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇതിനകത്ത് ഞാനൊരു കുയ്യെ കുഴിച്ചിട്ട് നമ്മൾ ഇതിനകത്ത് അങ്ങോട്ട് ഇടാം. ഓക്കെ, അതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. ഒരു കുയ്യ് കുഴിക്കുക. ഇതറാ ചേട്ടാ, എനിക്ക് നിന്നെ വേണ്ട, എനിക്ക് നിന്നെ ഇഷ്ടമില്ല. നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് മറ്റവനെ പിടിക്കാം. അയ്യോ, ഞാൻ പിടിക്കും. എടാ എന്തായാലും ഞാൻ ഇവന്മാരെല്ലാം കുറച്ച് തോനെ മൂള് കളക്ട് ചെയ്തിട്ട് ഇവന്മാരിങ്ങനെ നോക്കി നടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ 19 ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. 20 ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 20 ഫ്ലച്ചിങ് ടേബിൾ. ഓക്കെ, 20 ഫ്ലച്ചിങ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയും സാധനം നമുക്ക് മതി. ബാക്കി പിന്നെ നമ്മളെടുത്ത് തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് വില്ലേജറിനെ ബ്രീഡ് ചെയ്യാണ്. നമ്മൾ ഒന്നെങ്കിൽ ക്യാരറ്റ് തന്നെ ഉപയോഗിക്കേണ്ടി വരും. പിന്നെ വില്ലേജ് പോയാണ്ട് വീറ്റ് എല്ലാം ഉണ്ടെങ്കിൽ അത് വെച്ച് ബ്രെഡ് ഉണ്ടാക്കാം. ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി ആദ്യം നമ്മൾ വില്ലേജിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം 150 ബ്ലോക്ക് ബാക്കി, മീൻസ് ഒരു 100-200 ബ്ലോക്കൊക്കെ ആണെങ്കിലും പ്രശ്നമില്ല. ഓക്കെ, അപ്പം നമുക്ക് അങ്ങനെ പ്ലേസ് നോക്കാം. വില്ലേജിൻ്റെതാണ് ഇത്. വില്ലേജിൻ്റെത് ഏകദേശം ഇവിടെ നിന്ന് 285 ബ്ലോക്ക്, ഇവിടെ നിന്ന് 150. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ,
അപ്പം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചെറിയൊരു റീപ്ലേ കണ്ടിട്ട് എല്ലാവരും തിരിച്ചു വാ. ഓക്കെ, Boot up, black screen in the fire glow. Small screen, big dreams, I was built from low. One skin, one sword, and the bruised up pride. Press start on the pain, let it all collide. I was late to the room, got laughed at first. New kid, bad gear, and my name came third. They said I was trash, said I never lock in. Said I fold in the pressure, never make it back in. I ate that doubt like dust in the rain. Had a cracked little head, hit a heavy little brain while they ran their mouths. I sat all alone, grinding in silence with a cold dead phone. Real life felt like a busted save. Same old shame in the school hallway. Door shut hard and the room felt tight. I was fighting for air every day and night. Mama on my back, boy, stand up straight. Bills on the table, no time, no wait. I learned real fast how to swallow that fear, how to move with the noise and disappear. They didn't see the nights I stayed up late, trying to turn that hurt into a bed of fate. No squad, no cheer, just me in the grind, one step at a time, one breath at a time. This morning I rise, I never stayed down. From a noob to a king, now I own this crown. I respond, I rise, I never back down. Pain made a weapon, now I wear this crown. Learn the angle, the pace, how to bait with a feint and move out the way. Sword on my hip and my heart on ice. Had to think 3 steps just to stay alive. Jump shot, right flick, clean little combo turn. ഗൈസ്, അപ്പം നിങ്ങൾ എൻ്റെ റീപ്ലേ കണ്ടു എന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു 4 വില്ലേജറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബേബി വില്ലേജറും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവന്മാർ പണിയിലാണ്. പിന്നെന്താന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇപ്പം ഇവിടെ ഒരു പൂച്ച സ്പോണായടേ. ഇവിടെ ഇതവിടെ അതാ, ഇത് ഇവിടുന്ന് സ്പോണായതാണ്, ഇപ്പം തന്നെ സ്പോണായതാണ്. ഓക്കെ, ഭാഗ്യം കൊണ്ട് അയൺകോളം സ്പോണാൻ പാടില്ല. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ളവന്മാർ കൊണ്ടുവരണം. ഇപ്പോൾ വില്ലേജിൽ നിന്ന് ഞാൻ 3 എണ്ണത്തിനെ പിടിച്ചിട്ടു. ഇനി അവിടെ 2-3 കൂടി ഉണ്ട്. ഓക്കെ, അവന്മാരും കൂടി കൊണ്ടുവരണം. ആ വില്ലേജ് ഫുള്ളി ഞാൻ കാലിയാക്കും കേട്ടാ. പിന്നെ ഒരു 6 ബോട്ട് ഉണ്ടാക്കി വെച്ചു. ഞാൻ വിചാരിച്ച് കുറച്ച് തോനെ വില്ലേജർ ഉണ്ടാവും, അതിന് മാത്രമൊന്നും ഇല്ല. ഓക്കെ, തോനെയൊന്നും ഇല്ല. ഇനി നമ്മൾ എന്നാലും ഞാൻ ബാക്കി കയ്യിൽ നിന്ന് അത്രയും അവിടെ ഉള്ളത് അത്രയും ഞാൻ പിടിച്ചു കൊണ്ടുവരട്ട്. വില്ലേജിൻ്റെ ക്ലോസൻ ആയതുകൊണ്ട് വലിയ ഗതിയോടൊന്നുമില്ല. ഓക്കെ, കയ്യിൽ നിന്ന് അത്രയും പിടിച്ച് കൊണ്ടുവരും, കുറച്ചൊക്കെ ബ്രീഡ് ചെയ്യും, അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ അതും കൂടി ചെയ്തിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ആഹാ, നല്ല മഴ വിത്ത് മൈൻക്രാഫ്റ്റ്. സൗണ്ടും കേൾക്കാൻ തുടങ്ങിയല്ല, വേറെ ഉറങ്ങട്ടെ. ഇതാ പൊന്നോ, മുകൾക്ക് അടിച്ച കത്തിയ ഭാഗ്യത്തിന് കത്തിയില്ലാന്ന് പ്രതീക്ഷിക്കുന്നു. ദിവസത്തിന്റെ പണി പാളിയോന്നൊരു പേടിയുണ്ട് കേട്ടാ. ഓക്കെ, ഇപ്പം ഏകദേശം 10 വില്ലേജേഴ്സ് ആയിട്ടുണ്ട്, ബേബി വില്ലേജർ അടക്കം. ബേബി വില്ലേജേഴ്സ് അടക്കം 10 വില്ലേജേഴ്സ് ആയിക്കണ്. അമ്മമാർ ഇതെടുക്കുമോ? അങ്ങനെയാണെങ്കിൽ ഇത് എറിഞ്ഞെടുത്താൽ മതി. മീറ്റ് എടുക്കത്തി അമ്മമാർ മീറ്റ് എടുക്കത്തില്ല കേട്ടാ. പണിപ്പാളി അമ്മമാരെ ഉള്ളിൽ നിന്നാ അപ്പൊ പണിയാ. അയ്യോ, പൂച്ച സ്പോണാൻ തുടങ്ങിയിരുന്നു. ബട്ട് വേണ്ട, പൂച്ച ഇതൊക്കെ സ്പോണാവുന്നതാണ് ഇടക്ക്. ബട്ട് അയൺകോളം ഈസ് നോട്ട് സ്പോണിങ്. അയൺകോളം സ്പോണാവുന്നില്ല. നീ മണ്ടന്മാർക്ക് ഫുഡ് ഇട്ട് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഫുഡ് വേണ്ട. വെജിറ്റേറിയൻ അല്ലല്ലോ. അല്ല, വെജിറ്റേറിയനാ ഫുള്ള്. ഞാനാണെങ്കിൽ ഫുള്ള് നോൺ വെജും. കുറച്ച് ക്യാരറ്റ് ഉണ്ടാവണം. പക്ഷെ ഇത് ഇനിയും ഗ്രോ ആവുന്നില്ല കേട്ടാ. കഷ്ടകാലം. ഇവിടെ എന്നാലും മറ്റാണ് എങ്ങനെയാണ് ഞാൻ കുത്തിപ്പൊന്തിക്കുന്നേ.
സൈഡിലൂടെ എടുക്കാൻ നോക്കട്ടെ. ഇല്ല, ഇനി ഒന്നും കാട്ടാൻ പറ്റത്തില്ല. മറ്റവനെ എങ്ങനെയെങ്കിലും പൊക്കണം, കാരണം പണിയാണ്, പ്രശ്നമാണ്. മറ്റവനെ കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ സൈഡിലൂടെ എടുക്കാൻ നോക്കാം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ആ പൊട്ടനെ ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട്. അവൻ വലിയ പണിയാണ് കാണിച്ചു കേട്ടാ. നല്ല പ്രശ്നത്തിൽ എങ്ങനെയൊക്കെയോ ഞാൻ അവനെ ഉള്ളിലേക്ക് കയറ്റി. ഓക്കെ, കണ്ടോ പൂച്ച സ്പോണാവുന്ന കണ്ടാ നിങ്ങൾ? ഇനി ഞാൻ നോണ പറഞ്ഞാണ് അറിയണ്ട, പൂച്ച സ്പോണാവുന്നുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു 10 സ്ട്രെങ്ത് വന്നാൽ പൂച്ച മാത്രമേ സ്പോണാകത്തുള്ളൂ, 20 സ്ട്രെങ്ത് വേണം. ഓക്കെ, ബട്ട് ഇവന്മാർ ബ്രീഡാവുന്നില്ല. ഞാൻ എൻ്റെ കയ്യിലുള്ള ക്യാരറ്റ് മൊത്തം കൊടുത്ത് ഈ തെണ്ടികൾ ബ്രീഡാവുന്നില്ല. ഇനി എന്താ ഞാൻ ചെയ്യുക? ഇതിനകത്താണെങ്കിൽ ക്രോപ്സ് ഭയങ്കര സ്ലോ ആയിട്ടാണ് കേട്ടോ വളരുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് വില്ലേജിൽ പോയിട്ട് മറ്റേ എന്താണ് ബീട്രൂട്ട് എടുത്ത് നോക്കാം. അവിടെ കുറേ ബീട്രൂട്ട് ഉണ്ട്, അത് വെച്ച് ബ്രീഡ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, ഗൂഗിൾ ചെയ്ത് നോക്കേണ്ടി വരും. ഗൈസ്, ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഞാനിത് കൂടെ നടക്കുകയായിരുന്നു, അപ്പോഴാണ് ഇവനെ കണ്ടത്. ഓക്കെ, ഇതിപ്പോഴാണ് ഞാൻ കാണുന്നത് കേട്ടാ. ഇവൻ സ്പോണായി കേട്ടോ ആൻകോളോ, ബട്ട് 1 സ്പോണായിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു 20 ആകുമ്പോൾ അറ്റ് എ ടൈം 2 സ്പോണാവുന്നത്. എന്തായാലും ഞാൻ മറ്റവനെ കൊല്ലാൻ നോക്കട്ട്. അവനെ കൊന്നാൽ വേറൊന്ന് സ്പോണാവൂ എന്നാണ് എൻ്റെ ചോദ്യം. എടാ ഇത് പൊട്ടി, ഈ ശവലിൻ്റെ ഭാഗ്യം. ഇപ്പോൾ ഒരു ബ്ലോക്ക് പൊട്ടിക്കാം, എന്നാൽ ഫണ്ട് ഡാമേജ് എടുക്കത്തില്ല. ഓക്കെ, നെക്സ്റ്റ് സ്പോണായി. യോ, അപ്പോൾ ഇത് വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പം അറ്റ് എ ടൈം 2 സ്പോണാവണില്ലാന്നുള്ളൂ. ആ ഒരു പ്രശ്നമേ വരുന്നുള്ളൂ. മീൻസ് എഫിഷ്യൻസി കുറവായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവന്മാർക്ക് ഫുഡ് ഇട്ട് കൊടുക്കാനുള്ള സിസ്റ്റം നോക്കണം. അങ്ങനെ ഒരു സിസ്റ്റം നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. അപ്പം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നെക്സ്റ്റ് റീപ്ലേ ഒന്നുമില്ല, ഇതിനകത്ത് കുറച്ച് ബോർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അതാണ് ഇനിയുള്ള പണി, അതാണ്. പിന്നെ ലാവയുടെ കാര്യം നോക്കുമ്പോഴാണ് ഞാൻ കുറച്ച് ആലോചിച്ചത്. ഇപ്പോഴാണെങ്കിൽ പിന്നെ ഓർമ്മ വന്നത് എന്ത് അറിയോ, നമ്മളെ റൂയിൻ്റെ ബോട്ടിലുണ്ടല്ലോ, ഒന്നെങ്കിൽ അതിനകത്ത് കാണും ലാവ, ഇല്ലെങ്കിൽ പിന്നെ നമ്മളെ വില്ലേജിൽ 4-5 ബ്ലാക്ക് സ്മിത്ത് ഉണ്ടല്ലേ, അതിനൊന്നായിട്ട് എടുത്താൽ മതി. ഓക്കെ, അതിനകത്ത് ലാവില്ല കേട്ടോ, ഇതിനകത്ത് ലാവില്ല. അപ്പം നമ്മൾ മറ്റൊടത്തുനിന്ന് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ ഫാമിൻ്റെ ബോർഡർ സെറ്റ് ചെയ്യണം. സോ ഞാൻ അതും കൂടി സെറ്റ് ചെയ്യണം. അത് ഞാൻ റീപ്ലേ ആയിട്ടൊന്നും വെറുപ്പിക്കുന്നില്ല, കാരണം അതൊക്കെ ചടപ്പാണ്. ഓക്കെ, മീൻസ് എനിക്ക് ചടപ്പാണ്. റീപ്ലേ എടുത്ത പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തൽക്കാലം ഞാനത് മാറ്റിയിരുന്നു. അങ്ങനെ നമ്മളെ ഫസ്റ്റ് തൈൻ ഫാം ഉണ്ടാക്കി. നമ്മളെടുത്തത് ഇനി വില്ലേജസ് ഇല്ല കേട്ടോ, അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. വില്ലേജസ് നെഹി ഹേ. ഓക്കെ, ഇവിടെ പറ്റേ ടൈം 1 സ്പോണ്ടാണ്. ഇനി അടുത്തുണ്ടോ നോക്കട്ട്. പറ്റേ ടൈം. ഓക്കെ ഓക്കെ, ഇനിയപ്പം നമ്മളതിനകത്തുള്ള പണി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കവർ ചെയ്യത്. ഓക്കെ, അപ്പം അതിനാണ് സ്ലാബ് വെച്ച് കഴിഞ്ഞിട്ട് സൈഡിൽ ഇത് വെക്കുക. അതിന് മുമ്പ് ഞാൻ ഒരു ലാവ ബക്കറ്റ് ഉണ്ടാക്കണം. ഓക്കെ, പിന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ കംപ്ലീറ്റ്ലി ഒന്ന് ഇതാക്കണം കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ പാടൊന്ന് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം, കാരണം ഞാൻ വീഡിയോ ലെങ്ത്ത് കൂട്ടാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഞാൻ അതുകൂടി ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോ ഗൈസ്, നമ്മുടെ അയൺ ഫാം കംപ്ലീറ്റ്ലി റെഡി ആയിട്ടുണ്ട്. ഇതിനിടയിൽ കൂടെ കുറച്ച് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതിനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ക്യാറ്റ്സ് ആയിരുന്നു. അത് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നല്ല വോയിസ് ഉണ്ട്. ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുന്നതിൽ 3 ഇപ്പം കറൻ്റ് ചത്തത്. ഓക്കെ, 3 പോപ്പി കണ്ടാൽ മനസ്സിലാവും. ബാക്കി എൻ്റെ ഇൻവെൻട്രിയിലുള്ള ഞാൻ തട്ടി കണ്ടോ, അതിൻ്റെ ഇടയിൽ കൂടെ പൂച്ച പണി ഉണ്ടാക്കണതാണ്. ഓക്കെ, അപ്പം അതിനകത്ത് ഞാൻ എന്ത് ചെയ്തു, ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തു. അങ്ങനെ ആകുമ്പം അൺഗോൾ അങ്ങോട്ട് എത്തും. ഓക്കെ, അതായിരുന്നു ഇതിൻ്റെ മെയിൻ പരിപാടി. പിന്നെ എൻ്റെ സൗണ്ട് കുറച്ച് ലോ ആയിട്ട് ഇങ്ങനെ കേൾക്കുക, കാരണം ഈ സാധനത്തിൻ്റെ സൗണ്ട് ഭയങ്കരമാണ് കേട്ടോ. പിന്നെ ഇത് ബേസിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാക്കാനുള്ള കാരണം, ഞാൻ ബേസിൽ കൂടെ മണ്ടി പോകുമ്പം ഇവിടെ എന്തുണ്ടായിക്കോളും, നമ്മുടെ അയൺഗോളത്തിൻ്റെ പരിപാടി നടന്നോളും. ഓക്കെ ഓക്കെ, ഞാൻ പിന്നെ വേറെ ഇപ്പുറത്ത് ഞാൻ കണ്ടുപിടിച്ച വേറെ സംഭവമാണ്. ഇത് എനിക്ക് അറിയത്തില്ലായിരുന്നു, അതായത് അമ്മമാരോട് ഇങ്ങനെ നെക്കി പിടിച്ചാൽ ലീഷ് കിട്ടും എന്നുള്ളത്. ഓക്കെ, അയ്യോ അയ്യോ, രണ്ടും കിട്ടിയാ? രണ്ടും കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു.
കിട്ടിയില്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ അയൺ ഫാം. കണ്ട, ഞാൻ ഈ വെറുതെ നിൽക്കണ ഈ ടൈമിൽ, ഇവിടെ വെറുതെ നിൽക്കുന്ന ടൈമിൽ തന്നെ എന്താകും, അയൺകോള സ്പോണാവും. അയ്യോ അയ്യോ അയ്യോ, എൻ്റെ പൊന്നോ പണിയായനെ. പൂച്ചയാണ് കേട്ടോ മെയിൻ പ്രശ്നം. ചത്തൂടെ? ഓക്കെ, പൂച്ചയുള്ളതാണ് മെയിൻ പ്രശ്നം, ബാക്കിയൊക്കെ ഓക്കെയാണ്. പൂച്ച ഉണ്ടെങ്കിലാണ് എനിക്ക് ചെറിയ പേടി. അത് ചാവുന്നില്ല, കാലന്മാരെ ചത്ത് തൊലച്ചൂടെ? ചാവടാ. അയൺകോളൊക്കെ സ്പോണാവും. ഇപ്പം 3 സ്പോണായി. നിങ്ങളെ ഓൺ ദ സ്പോട്ട് 3 സ്പോണായി. ഓക്കെ, വില്ലേജർമാന്മാർ പണിപ്പിക്കുന്നുണ്ട്. പിന്നെ എന്താണെന്നറിയോ, ഇതിനകത്ത് വേറെ സംഭവം കൂടി ഉണ്ട്. ഇവിടെ ഉള്ളൊരു കേവ് ഉണ്ടല്ലോ, ഈ കേവ് ഞാൻ ഈ 2 ഭാഗം അടച്ച് കേട്ടോ. കാരണം ഈ 2 ഭാഗത്തും എന്താണെന്നറിയോ, മോക്സ് സ്പോണായിട്ട് വരികയാണ്. ഇവിടെ 3 ടൈംസ് ക്രീപ്പർ പൊട്ടി ഇവിടെ കേട്ടോ. ഇവിടെ 3 ടൈംസാണ് ക്രീപ്പർ പൊട്ടിയത്. സോ അത് മാത്രമല്ല, ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം വെച്ചാൽ ഇതിൻ്റെ അടിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ബേസ് ഉണ്ടാക്കണം. എന്താണ് അയങ്കോളം സ്പോണാവാത്തത്? ഞാൻ അതാണ് ഈ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്പോണാവുന്നില്ലല്ലോ ഇവന്മാർ അടിയിലാണ്ട് സ്പോണായ. പിന്നെ ഇത് ഫിക്സ് ചെയ്യാൻ മറന്നുപോയി. ഞാൻ ഒരു ബ്ലോക്ക് പൊട്ടിച്ചു അയൺകുളത്തിന് തല്ലാൻ വേണ്ടി. അതിന് ശേഷമാണ് ഈ എല്ലാ പണിയും ഉണ്ടായത് കേട്ടോ. ഓക്കെ, സോ ഗൈസ്, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കാരണം ഈ വീഡിയോ അധികം ലെങ്ത്തും കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ആകെ ഒരു 30 മിനിറ്റിൻ്റെ പരിപാടി ഉള്ളൂ ഈ ചെറിയ ഫാമിനൊക്കെ. അപ്പം ഇതിൻ്റെ ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ വേണമെങ്കിൽ പിൻ ചെയ്ത് വെക്കണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇതുപോലത്തെ വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മളെ കൂടെ കളിക്കണം താല്പര്യമുള്ള ആൾക്കാർ കമൻറ്റ് ബിലോ എന്നിട്ട് എൻ്റെ ഡിസ്കൗണ്ടിൽ കയറിയാൽ മതി. ഓക്കെ, അപ്പം വീഡിയോൻ്റെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയാം. വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നം കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് എന്നെ സൂചിപ്പിക്കുക, എന്നാൽ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലാവർക്കും എൻ്റെ വക ടാറ്റ ബൈ.